ഒരു കൊട്ടയിലെന്നുള്ളിൽ ആണ് നമ്മൾ കറി വെച്ച് നോക്കണത്. ഞാൻ പറഞ്ഞല്ലോ ചട്ടിയായ കാരണം ഒന്നും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടെ. ഇതിപ്പോ നമ്മള് ഈ പയറ് നട്ടിട്ടുള്ളതൊക്കെ ഞാൻ കാട്ടി തന്നിട്ടില്ലേ. ഇപ്പൊ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ പയർ ഇപ്പൊ വലുതായി കണ്ട നല്ല ഭംഗിയിലാണ് നിൽക്കണേ. പക്ഷെ പയറിന് ഇല കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പയറുണ്ടാവാനായിട്ട് താമസം വരും. താമസം മാത്രമല്ല പയറുണ്ടാവല് കുറയൂട്ടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇലകളൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ നുള്ളി കളയും. അപ്പൊ ഇന്ന് ഞാൻ കുറെ നുള്ളി കളയും വേണം. പിന്നെ നമ്മുടെ എന്താ പറയാ വീട്ടിലേക്ക് ഒരു രാവിലത്തെ കഞ്ഞിയിലേക്ക് നമ്മുടെ പയറിന്റെ ഇല കൊണ്ടുള്ള ഒരു തോരനും കൂടിയായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കണത്. അപ്പൊ കുറച്ച് ഇല ഇപ്പൊ ഞാൻ ആദ്യം നുള്ളി കളയും. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഇല കൂടി നുള്ളിയിട്ടായിട്ട് നമ്മൾ പോവാ. പിന്നെ ഷായേട്ടൻ്റെ അപ്പുറത്ത് ഷായേട്ടൻ്റെതായ പണികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാട്ടാ. ഈ ഇലയും നമ്മുടെ കോഴികൾക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കൂട്ടാ. അപ്പൊ ഒരു കൊട്ടയിലെന്നുള്ളിൽ കഴിഞ്ഞുട്ടാ. ഇത് നമ്മുടെ കോഴികൾക്ക് കൊണ്ടിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് നുള്ളിയിട്ട് കയറാം. പിന്നെ അത് മാത്രമല്ല ഇന്നൊരു പകുതിയോളാണ് ഞാൻ നുള്ളി എടുത്തിട്ടുള്ളൂ. എല്ലാതും ഒരുമിച്ച് നുള്ളില്ലേ. കാരണം നമ്മുടെ കോഴികൾക്ക് അത് ഉപകാരപ്പെടുക. അപ്പൊ നാളെ അവർക്ക് ബാക്കിയുള്ളത് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാട്ടാ. അപ്പൊ ഇത് അവർക്ക് കൊണ്ടു കൊടുക്കട്ടെ. ഇനി നമുക്ക് തോരൻ വയ്ക്കാനുള്ള ഇല പൊട്ടിച്ചെടുക്കാട്ടാ. അപ്പൊ നോക്കിയേ, ഇതേപോലെ ഒരു നല്ലോണം ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും പയറിന്റെ ഇല നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ ഇതിലേക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് എന്തിട്ടാന്നറിയോ? നല്ല ചൂനിമുളകാണ് ഇതിലേക്ക് തോരൻ വെക്കാൻ ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ചൂനിമുളക് കേട്ടാ, പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ദേ ഇത്രയും മുളകാണ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇത് മതിയിട്ടാ, നല്ല എരിവാണ് ഈ മുളകിന്. നമ്മുടെ പയറിന്റെ ഇല നന്നായി കഴുകി ഇതാ വെള്ളക്ക് വാർന്നു പോണ ഒരൽപ്പ പാത്രത്തിൽ നമ്മൾ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഈ പയറിന്റെ ഇലക്കുണ്ടല്ലോ ഭയങ്കര പ്രത്യേകത എന്ന് പറയുന്നത് എത്രയോ നൈസായിട്ട് നമുക്ക് അരിയാൻ പറ്റണോ അത്രയും നൈസായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കണം കേട്ടാ. അപ്പോൾ ഇതാ നമുക്ക് നല്ല കണ്ണം കുറവിൽ തന്നെ ഇത് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ പയറിന്റെ ഇല വെക്കുന്നതില്ലേ ഇവിടുത്തെ അമ്മ വെച്ചിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് എനിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അമ്മ പയറിൻ്റെ ഇല ഇങ്ങനെ തോരൻ വെക്കുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം തന്നെയാണ് പയറിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടാ. കല്യാണത്തിന് മുന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല നൈസായിട്ട് തന്നെ ഇലയെല്ലാം അത് ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ഈ അരിഞ്ഞെടുത്ത് നമ്മുടെ പയറിൻ്റെ ഇലയുണ്ടല്ലോ നമുക്കിതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മ എപ്പോഴും പറയാറുണ്ട് പയറിൻ്റെ ഇലയ്ക്ക് നല്ല വേവുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ആവശ്യത്തിന് കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്തൊക്കെ വരുമ്പോൾ കുറയും. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ അവിടേക്കാണ് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നീട് നമുക്കിതൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ഉപ്പും പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉപ്പും പൊടിയൊക്കെ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഇലയിൽ തീരെ വെള്ളം ഒന്നും ഒഴിക്കില്ല. നമുക്കിങ്ങനെ തന്നെ അടുപ്പേക്ക് കയറ്റാം. ഞാനുണ്ടല്ലോ തീ കത്തിച്ച് നമ്മുടെ കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഒരു വിസിൽ വന്ന് അതിലത്തെ എയർ പോയി കഴിഞ്ഞ് നമുക്ക് തുറക്കാം കേട്ടോ. ഒപ്പം തന്നെ ഞാനിപ്പുറത്തുണ്ടല്ലോ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടായി എടുക്കട്ടെ കേട്ടോ. ചീനച്ചട്ടി ഇത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നോക്കിയാൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ടാവും, കാരണം നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉണക്ക ചെമ്മീൻ കേട്ടോ. ഞാനൊരു 10 രൂപയുടെ പാക്കറ്റൊക്കെ മേടിക്കാൻ കിട്ടില്ല, അതിൻ്റെ പകുതി അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ നമ്മൾ നന്നായി കഴുകി വാരി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഉണക്കച്ചീനി നമ്മുടെ വറവ് പാകമായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മൾ പൊട്ടിച്ചെടുത്ത് നമ്മുടെ ചൂരമുളക് ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മളിതാ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഉണക്കച്ചെമ്മീനും ഈ പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കുക്കർ ഒരു വിസിലൊക്കെ വന്നതാ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറക്കുമ്പോൾ നോക്കിയാൽ വിസിലടിച്ചാൽ പോലും നമ്മുടെ ഇലയ്ക്കൊന്നും എന്താ പറയുക വേവ് കൂടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പയറിൻ്റെ ഇലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എത്ര വിസിലടിച്ചോട്ടെ നമ്മുടെ പയറിൻ്റെ ഇല ഇങ്ങനെ എന്താ പറയുക വെന്തുടങ്ങിയില്ല. അപ്പം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പം എത്രമാത്രം നമ്മുടെ പയറിൻ്റെ ഇല ഉണ്ടായിരുന്നതാ കണ്ട വെന്തു വന്നപ്പോൾ അത് എത്ര ഉള്ളൂ കേട്ടോ. ഇനി ഇത് തോരനൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത്തിരി കൂടി കൂടുതലുള്ള പോലെ നമുക്ക് തോന്നും. ഇത് നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ നമുക്കിതിങ്ങനെ പരത്തി ഒന്ന് വെക്കാം കേട്ടോ. ഇനി ഒന്ന് ചൂടാറട്ടെ അവിടെ ഇരുന്ന്. ഇനിയിപ്പോൾ നോക്കി നമ്മുടെ ഈ ഇല ചൂടാറി കഴിഞ്ഞു. അപ്പോൾ ഈ ഇലയിലുണ്ടല്ലോ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും ഇത് നല്ല വിറ്റാമിൻ ഉള്ളതല്ല, എന്തിനാ ഇലയിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണേന്ന്. പക്ഷെ ഇത് പിഴിഞ്ഞ് കളയണമെന്നാണ് ഇവിടെ ഞങ്ങൾക്ക് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു കുത്തുണ്ട്. ആ ഒരു കുത്തൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഇതിലത്തെ വെള്ളം നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളയണേ കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഞെക്കിയ കണ്ട ഇതേപോലെ വെള്ളം വരും. നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ എത്രയും വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാലും നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻസ് ഒക്കെ നമ്മുടെ ഈ ഇലയിൽ ഉണ്ടാവും കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് വേറെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ഇല അരിഞ്ഞത് എത്രത്തോളം ഉണ്ടായിരുന്നു. ഇത് അരിഞ്ഞ് വെന്ത് വന്നപ്പോൾ വേണ്ട അതെ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പയറിൻ്റെ ഇലയ്ക്ക് തോരൻ വയ്ക്കുമ്പോൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതനുസരിച്ച് നന്നായിട്ട് ഇലയൊക്കെ എടുത്തിട്ട് വേണം നമ്മളിത് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഞാനും ചേട്ടന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ വെച്ച് കഴിക്കാത്തത്. കാരണം നമ്മളിത് ഇടയ്ക്ക് വെച്ച് കഴിക്കുന്ന കാരണേ കുറേ വേണമെന്നില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള അനുസരിച്ച് അത്രയും ചെന്നാൽ മതിയോ എന്ന് വിചാരിച്ചിട്ടായിട്ട് ഞങ്ങളിത് ഇത്ര എടുത്തിട്ടുള്ളത് കണ്ട. ഇതിപ്പോഴേ കൈയോടെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിനാ ഒക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതുണ്ടല്ലോ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടാ. ഞാൻ നോക്കട്ടെ. എത്രയും വെള്ളം പോയെങ്കിലും കൂടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടെന്നറിയോ ഇത്തിരി നാളെ അരിക്ക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നാളികേരതാ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക തിരുമ്പി കൊടുക്കുക കേട്ടോ. നാളികേരത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഇലയിലേക്ക് പിടിക്കേണ്ട രീതിയിൽ തന്നെ ആക്കണം. പിന്നെ നമ്മളിതിലേക്ക് എന്താ പറയുക ഉണക്കച്ചെമ്മീനും പച്ചമുളകും കൂടി പൊടിച്ചതുണ്ടല്ലോ അതിട്ട് കൊടുക്കണം. അതിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി എടുക്കുക കേട്ടോ.
ഇപ്പൊ തന്നെ എന്തൊരു മണം, ഇതൊരു എന്താ പറയാ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇതൊക്കെ ഇവിടുത്തെ അമ്മയുടെ എന്താ പറയാ ഓരോ കറികളാണ്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനി നമ്മളിതിലേക്ക് നോക്കിയാൽ ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് വീണ്ടും കൈ കൊണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്പിടിക്കാനായിട്ട്, എങ്കിലാണ് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ എന്താ പറയാ പയറ് ഇല തോരൻ റെഡി ആയിട്ടാണ്. ഇപ്പൊ നോക്കിയാൽ എന്നെ ഷായറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത്രയും മതി രണ്ടാൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് പയറിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് വേണം വെക്കണമെങ്കിൽ കേട്ടാ. ഇപ്പൊ 2 പേർക്ക് ഇത് ധാരാളം. അപ്പൊ ഇതാ നമ്മുടെ പയറിൻ്റെ ഇലത്തോരൻ റെഡി ആയിട്ടാ. നമ്മളിതാ പറമ്പിലേക്ക് കടന്നുണ്ട് കേട്ടാ. അപ്പൊ നോക്കിയ ഷായേട്ടൻ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ രാവിലെ എന്നും ചെയ്യണ പോലെ തന്നെ പറമ്പിലിറങ്ങി ഷായേട്ടൻ്റെതായ കളയും കാര്യങ്ങളും പറമ്പിലെ പുല്ലും ഒക്കെ ചെത്തി വൃത്തിയാക്കണ ഒരു കാര്യത്തിൽ എന്നുള്ളത് തന്നെയാണ് ഷായേട്ടന്റെ ഈ ഒരു പരിപാടി. കാരണം നമ്മുടെ പറമ്പ് അധികം പുല്ലിലാണ്ട് കൊണ്ട് നടക്കാൻ പറ്റണത് തന്നെ ഷായേട്ടൻ ഇതേപോലെ എന്ന് രാവിലെ കളയ്ക്കണ കാരണം കേട്ടാ. അപ്പൊ ഇതാ ഷായേട്ടൻ രാവിലെ എന്റെ മെയിൻ എക്സസൈസ് എന്ന് പറയുന്നത് പറമ്പിലത്തെ കള തന്നെയാണ്. ഇതിപ്പോ ഷായേട്ടൻ എന്നിട്ടാന്നറിയോ, ഇതൊരു പപ്പ തന്നെ മുളച്ചതാ. അപ്പൊ ഞാൻ എന്റെ കടയ്ക്ക് കോഴിക്കാട്ട് ഇട്ടിട്ട് ഒന്ന് മണ്ണിട്ട് കൊടുക്കാന്ന് വെച്ചു. പപ്പയ്ക്കും നമ്മൾ പ്രത്യേകിച്ച് വളം ചെയ്യാറില്ല കേട്ടാ, ഇങ്ങനെ കോഴിക്കാട്ടം ഇടാറുണ്ട് കേട്ടാ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വളം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ ചെയ്യണത് പറയണത് നമുക്ക് കോഴിക്കാട്ടൊന്നും അല്ലെങ്കിൽ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടാ. ഈ ഒരു വാഴയുടെ കടക്കിലാണ്ട ഷേട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിരിക്കാണ് എന്താ ഇതേപോലെ. അപ്പൊ ഇത് ഇപ്പുറത്ത് അടുത്തൊരു കുഞ്ഞു വാഴയുടെ കടക്കില്. അപ്പൊ ഇന്ന് ഈ 2 വാഴയുടെ കടക്കില് ഫുള്ള് മണ്ണിടല് കഴിഞ്ഞു. പിന്നെ ഈ പറമ്പിന്റെ ഇത്രയും ഭാഗം അയ്യോ അയ്യോ എന്തൊരു ചേട്ടാ കല്ല് അയ്യോ കളയ്ക്കുമ്പോഴേ ചില കല്ലുകളുണ്ട്. അയ്യോ കാല് പൊട്ടി. അയ്യോ കണ്ടാ പൊട്ടിയില്ല ചേട്ടാ. ഞാൻ ഉള്ളി എടുത്തിട്ട് വരാട്ടെ ചേട്ടാ. കരിങ്കല്ലിന്റെ അയ്യോ ഞാൻ ഉള്ളി വേണ്ട ഉള്ളി വയ്ക്കാം. അല്ല ഉള്ളി വെക്കുമ്പോളേ പെട്ടെന്ന് ഉണങ്ങും, ഇത്തിരി നീറ്റുണ്ടാവുന്നുള്ളൂട്ടാ. പക്ഷെ കഴിഞ്ഞു കുഴപ്പമില്ല. ഇനിയിപ്പോ ഇന്ന് മതി ഷായേട്ടൻ ചെയ്തത്. അതിന് ഷായേട്ടന് ഇങ്ങനത്തെ ഒന്നും വലിയ കാര്യമാക്കാറില്ല ഷായേട്ടൻ, പലപ്പോഴും സംഭവിക്കും. അത് കാരണമുള്ളൊരു വേദനയാ. ഇനിയിപ്പോ നിർത്താൻ പോവാറേ കഴിഞ്ഞു. പണിസ്ഥലത്തേക്ക് പോണ വരെ ഷായേട്ടൻ കളയ്ക്കും. ഈ കള കഴിഞ്ഞ് കുളിച്ച് കഞ്ഞി കുടിച്ച് പോവാ. അതാണ് ഷായേട്ടൻ എന്ന് രാവിലത്തെ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ ആയുധങ്ങള് ഇന്ന് ഷായേട്ടന് ഒന്നുകൂടി നല്ല ഇഷ്ടമാവും കേട്ടാ. ഷായേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇല, നമ്മുടെ പയറിന്റെ ഇല ഉണ്ടല്ലോ ഇതോരെ അടിപൊളിയാണ്. ഇത് കഴിക്കുമ്പോ നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോകും. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇത് ഇഷ്ടം പോലെ കഴിച്ചിരുന്നേ. പയറിന്റെ ഇല, കോർക്ക, എല്ലാം പയറ് ഇതൊക്കെ ഇഷ്ടം പോലെ നടാറ്. പിന്നെ 100 ഭാഗം തന്നെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇത് കഴിച്ചു തുടങ്ങിയത് ഭയങ്കര ടേസ്റ്റ് ആട്ടാ. അപ്പൊ പയറിന്റെ ഇല കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ വട്ടയെങ്കിലും വെച്ച് നോക്കണം കേട്ടാ. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. ഷായേട്ടനെ ഇങ്ങനെ കളച്ച് വാഴയുടെ കടക്കിലേക്കൊക്കെ കുറെ മണ്ണൊക്കെ ഇട്ടിട്ടില്ലേ, ഇതുമ്മേ ഞാൻ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറും വിത്ത് നട്ടു കൊടുക്കാട്ടാ. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക 1/2 മണിക്കൂർ മുന്നേ തന്നെ പയറും വിത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഉണ്ടല്ലോ ഷായിട്ടിന് ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞെ കളച്ച് വൃത്തിയാക്കി ഇട്ട് കൊടുത്ത് ഷായിട്ടൻ നോക്കിയേ നമ്മുടെ ചോപ്പ് ചീര കേട്ടാ നന്നായി കതിരൊക്കെ വന്ന ചോപ്പ് ചീര ഷായിട്ടൻ ഇട്ട് പോയിട്ടുണ്ട്. ഇതെന്തിനാണെങ്കിൽ നമ്മൾ ഈ പയർ നട്ട് അല്ല പയറല്ല മുളക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഇടയിലൊക്കെ ചീരത്തൈകൾ നട്ടുകൊടുക്കുന്നു പറയില്ലേ. അപ്പൊ ഇനി ഇതിനെ ഇവിടെ ഫുള്ള് ചീരത്തൈകൾ എന്താ പറയാ മുളച്ചു വരും. നമ്മളിപ്പോ ചീരയുടെ ഈ സംഭവം ഇവിടെ ഇട്ടില്ലെങ്കിലും നമുക്ക് ഇവിടെ മുന്നിൽ ചീര നിൽക്കണ കാരണം കുറെ തൈകൾ തന്നെ മുളയ്ക്കൂട്ടാ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് പറിച്ചിട്ട് നടണത്. അപ്പൊ പറിച്ച് ചീരത്തൈകളൊക്കെ പറിച്ച് നടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാ ഉച്ചതിരിഞ്ഞ് വൈകിട്ടൊക്കെ ചെയ്യുള്ളൂ കേട്ടാ. അപ്പൊ അവിടെ കുറച്ച് ചീരത്തൈകൾ കുറച്ച് മുളച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ വൈകിട്ട് നടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മള് ചീര വിത്തുകള് ഇതേപോലെ ഇട്ടിട്ടാണ് നമ്മളവിടെ തൈകളൊക്കെ കൂടുതൽ മുളയ്ക്കുന്നത് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ കൊള്ളിത്തരി നട്ടുകൊടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ കൊള്ളിത്തരിയും അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് വെണ്ണൂറുണ്ടി ആവശ്യമുണ്ട് നമുക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഈ കൊള്ളിത്തരി ഉണ്ടല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ കൊള്ളിത്തറിയുടെ മണ്ണിലേക്ക് കുത്തി കൊടുക്കണ ഭാഗം ഉണ്ടല്ലോ നമ്മൾ വെണ്ണൂറിൽ മുക്കൂട്ടാ. അപ്പൊ കൊള്ളിത്തറിയുടെ തല ഏതാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മള് മണ്ണിൽ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ വെട്ടിയെടുക്കുക. അപ്പൊ ആ മണ്ണായ ഭാഗമാണ് നമ്മളിതാ വെണ്ണൂറിൽ മുക്കുക. അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ ഇപ്പൊ ഇവിടുത്തെ പുല്ലൊക്കെ ചെത്തി കൂട്ടി അതേപോലെ തന്നെ എന്താ പറയാ ചവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് മണ്ണിട്ട് കൊടുത്തു പോകണം. അപ്പൊ നല്ല ഇളകിയ മണ്ണായിരിക്കും നമ്മുടെ കൊള്ളിത്തറിയുടെ ഒക്കെ വേരൊക്കെ പെട്ടെന്ന് ഓടാനും നന്നായിട്ട് കൊള്ളിയൊക്കെ ഉണ്ടാവും കേട്ടാ. അപ്പൊ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. പിന്നെ ഒരു 1.5 അടി അകലത്തിലായിട്ട് നമ്മൾ കുത്തി കൊടുക്കണേ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കും വേണ്ട കേട്ടാ. അപ്പൊ നമ്മുടെ നനയ്ക്കല് കഴിഞ്ഞു. ഇനിയിപ്പോ ദിവസം നമ്മൾ ഇതേപോലെ തന്നെ നന്നായിട്ട് എന്താ പറയാ മണ്ണ് കുതിർത്തിടണമെന്നില്ല കേട്ടാ. ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മോള് നനയേണ്ട രീതിയിൽ നനച്ചു കൊടുക്കാൻ വേണ്ട കേട്ടാ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ളൊരു കറിയാണ് നമുക്കിന്ന്. അപ്പൊ ഇനി അങ്ങോട്ട് പോവാട്ടാ. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഇന്ന് എനിക്ക് ഒരെണ്ണം മതിട്ടാ. അപ്പൊ ഞാൻ വലുത് വേണ്ട, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു കോളിഫ്ലവർ ആയിട്ട് നമ്മൾ ഇന്ന് പൊട്ടിച്ചെടുക്കണേ. ഇതൊപ്പം നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ 2 പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് കയറാം. നമ്മുടെ ഓരോ പണികളൊക്കെ കഴിഞ്ഞ് പാചകം ചെയ്യേണ്ട സമയം എനിക്ക് നല്ല വെയിലാവും കേട്ടാ. ഇന്ന് നമ്മളുണ്ടല്ലോ കോളിഫ്ലവറും ഗ്രീൻ ബീൻസും കൂടിയിട്ട് വറുത്തരച്ച് വെച്ചിട്ടൊരു കറിയായിട്ടാ വെക്കണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഗ്രീൻ ബീൻസ് 1/2 ഗ്ലാസ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരെ കുക്കറിൽ കൊടുക്കാം.
പിന്നെ അത് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അവിടേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് അപ്പോൾ നന്നായിട്ട് കുതിർന്ന ഗ്രീൻ ബീൻസ് ആയ കാരണം സ്പീഡിൽ 2 വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ ഇതാ ഇപ്പുറത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ വയ്ക്കെടുക്കാം. ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതിന് ചെറുതാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 2 വിസിൽ വന്നു. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ ഇതാ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ നന്നാക്കി വെച്ചതുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 5 മിനിറ്റ് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ തന്നെ കിടക്കട്ടെ കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്കുള്ള നാളികേരം വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തീ കത്തിച്ച് നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി ഞാനിതാ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വിട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇതാ 1 ടീസ്പൂൺ കുരുമുളക് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ 2 ചെറിയ കറുകപ്പട്ട, 1 തക്കോലം, 3 ഗ്രാമ്പു, 3 ഏലക്കായ. കൂടെ നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കണ്ട ഇതേപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളുണ്ടല്ലോ നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ഒരു മുറി നാളികേരമാണ് ചെറിയ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു നല്ല ചോക്കേ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ നമ്മുടെ നാളികേരം ഇതേപോലെ നമ്മൾ നല്ല ആയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ ഇരുന്നിട്ടേ ഒന്നും കൂടി മൂപ്പ് കൂടി നാളികേരത്തിന്. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഞാനൊരു ചട്ടി അടപ്പത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടാ. അപ്പം അതിലേക്ക് ഇതാ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നോക്കിയാൽ ഒരു കഷ്ണം ഇഞ്ചി ഇതാ നീളത്തിലരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ ഇഞ്ചി ഒരു നല്ലൊരു മണം വരും കേട്ടോ. ഒന്ന് മൂട്ടി വരട്ടെ. നമ്മുടെ ഇഞ്ചി കണ്ട ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്കിതാ വെളുത്തുള്ളിയാണ്. അപ്പം ഞാൻ 6 പൊട്ടി വെളുത്തുള്ളിയായിട്ട് അതും നീളത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ടൊരു കളർ മാറി വരട്ടെ കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊരു കളർ മാറി തുടങ്ങി. ആ സമയത്ത് ഇതാ നമ്മൾ പച്ചമുളക് 2 പച്ചമുളക് നമ്മൾ പൊട്ടിയിട്ടുണ്ടല്ലോ അതിതാ ചെറിയ കഷ്ണങ്ങളാക്കി ചീണ്ടിയിട്ടുണ്ട് കേട്ടോ. കൂടെ നമുക്കിതാ ഒരു 3 കതിര് കറിവേപ്പില കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ ഇതാ തീ കുറവിൽ ഞാൻ വെച്ചാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളാക്കി കൊടുക്കാം. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത്. നമുക്ക് ഈ പൊടികളിലേക്ക് ഒരു പച്ചക്കുത്ത് പോകണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മളിതാ തീ കുറവിൽ തന്നെയായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണേ. പൊടികളൊക്കെ ഇട്ടതാ
ഒരു കളറൊക്കെ ഇങ്ങനെ മാറി വന്നു. അപ്പോൾ അതായത് ആ പൊടികളിലേക്ക് ഒരു പച്ചക്കുത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തുണ്ടല്ലോ ഞാനിതാ 2 സബോള ഇതേപോലത്തെ പീസുകളായിട്ട് അതെ ചതുര കഷ്ണം പോലെയാണ് നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൊടുക്കാം. എന്നിട്ട് ഈ സബോളയിലത്തെ ഒരു പച്ച ചൂവി ഉണ്ടല്ലോ അത് പോണ വരെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട. സബോളയൊക്കെ ഇട്ട് സബോളയുടെ ആ ഒരു പച്ച നമ്മൾ കടിക്കുമ്പോൾ പച്ച പാടില്ല ആ രീതിയിൽ കേട്ടോ അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഇതിലേക്ക് ഇടുന്നിട്ട് ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ കേട്ടോ. ഒന്ന് വാടി കിട്ടുന്ന വരെ ഒന്ന് ആക്കിയെടുക്കുക. മസാലയൊക്കെ നമ്മുടെ കോളിഫ്ലവറിന് നന്നായിട്ട് പിടിക്കണ പോലെ നമ്മളിതാ കോളിഫ്ലവറൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഈ മസാലയിൽ ഇങ്ങനെ കിടന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലിടാൻ പോകുന്നത് തക്കാളി ഇട്ട 2 തക്കാളി ചതുരം കഷ്ണങ്ങളായിട്ട് തന്നെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ടും ഇതേപോലെ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി ഇട്ടിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് നേരം ഇതിൽ കിടന്ന് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഗീമിൽസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് വെന്തുടയെടുത്തിട്ട് അന്ന് വെന്തിട്ടുണ്ടാവും വേണം. ഞാൻ ഒരു കഷ്ണം എടുത്ത് ഇങ്ങനെ അമർത്തുമ്പോൾ അമരാങ്ങ പാടുള്ളൂ. നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാനിതാ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1 കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ കഷ്ണത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് നമ്മുടെ ഈ മസാലയ്ക്ക് നന്നായി ചാറിലും കഷ്ണത്തിലും ഒക്കെ ആവണ പോലെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ നാളികേരം നോക്കിയാൽ വറുത്തത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ അടിച്ചുകൊണ്ട് വരട്ടെ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം കേട്ടാ. നോക്കിയേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഞാൻ അടിച്ചു കൊണ്ട് നമ്മുടെ നാളികേരം അതിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കഴുകി ഒഴിക്കാട്ടെ. അത് കണ്ട ഈ ഒരു അളവിനാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ. അതായത് അപ്പം എൻ്റെ ചട്ടിയിൽ ആയ കാരണം ഇത് നന്നായി തിളച്ച് കഴിഞ്ഞ് ഇതിലിരിക്കുമ്പോൾ ഒന്നും കൂടി ചാറൊക്കെ ഒന്ന് വറ്റി നല്ലൊരു കട്ടി രീതിയിലായിട്ട് മാറും. അപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. മൂടി ഒന്നും വെക്കണില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ തന്നെ തിളച്ച് എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നോക്കിയാൽ നമ്മുടെ കറി നന്നായി തിളച്ചത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ കറി വെച്ച് നോക്കണത്. ഞാൻ പറഞ്ഞല്ലോ ചട്ടിയായ കാരണം ഒന്നും കൂടി നമ്മുടെ ചാറൊക്കെ ഒന്നും കൂടി കട്ടിയാവും ഇതിൽ ചൂടാറുന്നതിനനുസരിച്ച്. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷായേട്ടനെ വിളിക്കാം കേട്ടോ. നല്ല മണാട്ടോ നമ്മുടെ ഈ കറിക്ക്. അതേപോലെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അത് ഇറച്ചിക്കറി പോലെ
എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറി കേട്ടത്. ഊണ് കഴിക്കാലും കുഴപ്പമില്ല, പുട്ടിലേക്ക് എന്തിലേക്കും പറ്റും. അത്ര രസമായിട്ടുള്ള കറിയാണ്. നിങ്ങളൊന്ന് അതൊക്കെ നോക്കിയോളൂ കേട്ടോ ചെയ്ത്. അപ്പം നിർത്തല്ലേ, എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കിയോളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്